കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. നിവർത്തന പ്രക്ഷോഭവും കൊല്ലവും. തിരുവിതാംകൂറിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ പരിഷ്കരണത്തിന്റെ വിത്ത് വിതച്ച നിവർത്തന പ്രക്ഷോഭത്തിന്റെ കർമ്മമണ്ഡലമായിരുന്നു കൊല്ലം. പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായ സി കേശവനും ടി എം വർഗീസും കൊല്ലം ബാറിലെ അഭിഭാഷകരായിരുന്നു. 1888 തിരുവിതാംകൂറിൽ നിലവിൽ വന്ന ശ്രീമൂലം പ്രജാസഭയിൽ പിന്നോക്ക ജാതിക്കാർക്ക് പ്രാതിനിധ്യം ലഭിച്ചില്ല. മുസ്ലിങ്ങൾ, ഹിന്ദു സമുദായത്തിലെ ഈഴവർ, ക്രിസ്ത്യൻ വിഭാഗത്തിലെ ലാറ്റിൻ ക്രിസ്ത്യാനികൾ തുടങ്ങിയവർ അകറ്റി നിർത്തപ്പെട്ടു. കരംതീരുവ അനുസരിച്ചായിരുന്നു വോട്ടവകാശം നിശ്ചയിച്ചിരുന്നത്. ഹിന്ദുക്കളിലെ സവർണ വിഭാഗങ്ങളെ അപേക്ഷിച്ച് ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന ഈഴവർക്കും മുസ്ലിങ്ങൾക്കും കരംതീരുവ നാമമാത്രമായിരുന്നതിനാൽ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടു. അതിനാൽ ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള സാധ്യതകൾ ഇല്ലാതായി. വിദ്യാഭ്യാസ യോഗ്യതയുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ടിരുന്നു. പ്രജാസഭയിൽ ജനസംഖ്യാ അനുപാതത്തിൽ പ്രാതിനിധ്യം ലഭിക്കാനായി പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കണമെന്നും സമുദായ സംവരണം ഏർപ്പെടുത്തണമെന്നുമുള്ള ആവശ്യം ഉയർന്നുവന്നു. തുടർന്നു വന്ന ലെജിസ്ലേറ്റീവ് റീഫോംസ് ആക്ടിലും വോട്ടവകാശത്തിനുള്ള നിബന്ധനകൾക്ക് മാറ്റമുണ്ടായില്ല. തുടർന്ന് 1932 ഡിസംബർ 17 ഈഴവ, മുസ്ലിം, ക്രിസ്ത്യൻ സമുദായ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് LMS ഹാളിൽ യോഗം ചേർന്ന് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിക്ക് രൂപം നൽകി. പുതിയ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്നോക്ക സമുദായങ്ങൾ വിട്ടുനിൽക്കാൻ 1933 ജനുവരി 25 ചേർന്ന യോഗം തീരുമാനമെടുത്തു. സി കേശവൻ, ME ജോസഫ്, PK കുഞ്ഞൻ എന്നിവരായിരുന്നു സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത്. പിന്നീട് സംഘടനയുടെ പേര് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ കോൺഗ്രസ് എന്ന് മാറ്റി. നിയമസഭയിലും സർക്കാർ സർവീസിലും ജനസംഖ്യാ ആനുപാതികമായ പ്രാതിനിധ്യം, തിരഞ്ഞെടുപ്പിൽ പ്രായപൂർത്തി വോട്ടവകാശവും രാജ്യത്ത് ഉത്തരവാദ ഭരണവും വേണമെന്ന ആവശ്യമുന്നയിച്ച് സംഘടന പ്രക്ഷോഭത്തിന് ഇറങ്ങി. SNDP യോഗവും 1932 ജൂലൈ 31 കൊല്ലത്ത് CV കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓൾ ട്രാൻസ്പോർട്ട് പൊളിറ്റിക്കൽ ലീഗും പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതുവരെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ സംഘടന തീരുമാനമെടുത്തു. നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂറിൽ ശക്തിയാർജിച്ചു. 1935 മെയ് 11 സുപ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗത്തെ തുടർന്ന് സി കേശവൻ അറസ്റ്റിലുമായി. സി കേശവന്റെ അറസ്റ്റ് പ്രക്ഷോഭത്തിന് ആക്കം കൂട്ടി. ഒടുവിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. കരംതീരുവയുടെ നിരക്ക് കുറയ്ക്കുന്നതിനും ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിയമസഭയിലും നിയമനങ്ങളിലും സംവരണം ഏർപ്പെടുത്തുന്നതിനും സർക്കാർ പിന്നെ തയ്യാറായി. 1936 നവംബറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുന്നോടിയായി CV കുഞ്ഞിരാമൻ നടത്തിയ ഒരു പ്രഖ്യാപനം ഏറെ ഒച്ചപ്പാടുണ്ടാക്കി. ക്ഷേത്രപ്രവേശനം അനുവദിച്ചില്ലെങ്കിൽ തിരുവിതാംകൂറിലെ അവർണ ഹിന്ദുക്കൾ ക്രിസ്തുമതം സ്വീകരിക്കുമെന്നായിരുന്നു അത്. 1937 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സംയുക്ത രാഷ്ട്രീയ കോൺഗ്രസിന്റെ എല്ലാ ഈഴവ സ്ഥാനാർത്ഥികളും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 2 പേർ വീതവും ശ്രീമൂലം പ്രജാസഭയിലേക്കും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിലിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച TM വർഗീസ് സഭയിലെ സംയുക്ത രാഷ്ട്രീയ കോൺഗ്രസിന്റെ നേതാവായും പിന്നീട് അസംബ്ലിയുടെ ഡെപ്യൂട്ടി പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ജയിൽ മോചിതനായ സി കേശവന് അമ്പലപ്പുഴയിൽ സ്വീകരണം നൽകിയതിൽ ക്ഷുഭിതനായ ദിവാൻ CP രാമസ്വാമി അയ്യർ TM വർഗീസിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കുകയുണ്ടായി. ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പുതിയ സമരങ്ങൾക്ക് രൂപം നൽകുന്നതിനായി സംയുക്ത രാഷ്ട്രീയ കോൺഗ്രസ് പുനഃസംഘടിപ്പിച്ചു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസായി രൂപാന്തരപ്പെട്ട സംഘടന 1938 ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് CV കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് പട്ടം താണുപിള്ളയെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. TM വർഗീസ്, സി കേശവൻ, EV കേശവൻ എന്നിവരായിരുന്നു വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ. കുമ്പളം ശങ്കുപിള്ള, MG കോശി, GP നീലകണ്ഠപിള്ള, R ശങ്കർ, തഴവ കേശവൻ എന്നിവരായിരുന്നു സംഘടനയുടെ കൊല്ലത്തെ നേതാക്കൾ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.